പ്രിയപ്പെട്ടവർ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കും. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവം ആരാണ് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ആരാണ് ദൈവം? ഇന്ന് ദൈവത്തെ കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കിലോമീറ്റർ ആൾക്കാർ സഞ്ചരിക്കുന്നു, വലിയ വലിയ മലകൾ കയറി ഇറങ്ങുന്നു, ഒരുപാട് ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള വ്രതങ്ങൾ രക്ഷിക്കുന്നു ദൈവത്തെ അറിയുന്നു, തപസ് ചെയ്യുന്നു, കാടുകളിൽ പോയിട്ട് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച്. ദൈവം ആരാണ്? എന്താണ് ഈ ദൈവത്തിന്റെ നിർവചനം? അല്ലെ ഈ ബ്രഹ്മം എന്നെല്ലാം അറിയുന്ന എല്ലാറ്റിനും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആരാണ്? ഈ ഭഗവാൻ, ദൈവം ആരാണ്? ഗീതയിൽ പറയുന്നു, സർവത പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകി സർവമാവൃത്യതിഷ്ഠ. സർവത പാണിപാദം തത് എന്ന് വെച്ചാൽ എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളു. സർവതോ അക്ഷിശിരോമുഖം, എല്ലാ ഭാഗത്തും കണ്ണുകളുള്ള. സർവത ശ്രുതിമല്ലോകി, എല്ലാ ഇടത്തും ചെവികളുള്ള. സർവമാവൃത്യതിഷ്ഠ, എല്ലാറ്റിനെയും ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യും. അതാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. സർവവ്യാപിയാണ്, സർവശക്തനാണ്, ഇല്ലേ? ഓംനി പ്രസന്റ് ആൻഡ് ഓംനി പൊട്ടന്റ്. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. ആ ഈശ്വരന് ഒരു ജീവിയോടും പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ ഒരു ജീവിയോടും പ്രത്യേകമായ വിദ്വേഷമോ ഒന്നുമില്ല. സമം പശ്യം വേണ്ടി തുടങ്ങുന്ന ഗീതയിലെ ശ്ലോകം അതാ പറയുന്നത്. എല്ലാറ്റിനും ഒരേപോലെ കാണുന്ന ഒരാളാണ് ഭഗവാൻ. ഭഗവാന് പ്രിയപ്പെട്ട ആളോ അല്ലെങ്കിൽ ദേഷ്യമുള്ള ആളോ ഇല്ല. പിന്നെ ഈ ഭഗവാൻ ആരെയും ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ? എന്തിനെങ്കിലും. ഇന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇല്ലേ? എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ആൾക്കാർ. ഈ ഭഗവാൻ ആരെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല, ഒരു ജീവിയെയും, ഇല്ലേ? അവജാനന്തി മാമൂട മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം. അവജാനന്തി മാമൂട മാനുഷ്യം തനുമാശ്രിതം. ഒരു മനുഷ്യനെയും ഭഗവാൻ ആശ്രയിക്കുന്നില്ല. എല്ലാറ്റിൻ്റെയും മഹേശ്വരനാണ് ഭഗവാൻ. ജീവികള് ജനിക്കുന്നതും അവർ നിലനിൽക്കുന്നതും ഇല്ലാതാവുന്നതും എല്ലാം സൃഷ്ടി, സ്ഥിതി, ലയം അല്ലെങ്കിൽ സംഹാരം എല്ലാം ഭഗവാനെ നിർവഹിക്കും. ആ ഭഗവാൻ ഒരു മനുഷ്യനെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല, ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഭഗവാൻ. ഭഗവാന് വേണ്ടിയിട്ട് സ്വർണത്തിന്റെ വാള് കൊടുക്കുക, സ്വർണത്തിന്റെ കിരീടം കൂടി കൊടുക്കുക എന്ന് ഭഗവാൻ പ്രീതിപ്പെടുന്നു വിചാരിക്കുക. അവരെല്ലാം ഭഗവാനെ യഥാർത്ഥത്തിൽ നിന്ദിക്കുകയും ചെയ്യുന്നു, ഭഗവാനെ പിച്ചക്കാരനാക്കുന്നു. അവജാനന്തി മാമൂട മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമബോധ മഹേശ്വരം. ഭഗവാൻ തന്നെ പറയുന്നു, നിന്നെ അവർ നിന്ദിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനും ഭഗവാൻ ആശ്രയിക്കുന്നില്ല. ഇനി ഈ ഭഗവാന്റെ കർത്തവ്യം എന്താണ്? ഭഗവാൻ എന്താണ് ഡ്യൂട്ടിയുള്ളത്? ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, നമേ ഭാർത്താസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. നമേ പാർത്താസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എനിക്ക് 3 ലോകത്തിലും ഒരു കർത്തവ്യമില്ല. ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി എന്ന് പറഞ്ഞാൽ എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല. എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ ഡ്യൂട്ടിയില്ല. പിന്നെ ഭഗവാൻ ഈ കാണുന്ന ഒരു നിമിഷം പോലും സമയമില്ലാതെ ഓടുന്ന, കുതിച്ചു പായുന്ന മനുഷ്യർക്ക് എന്തെല്ലാം ഡ്യൂട്ടി തന്നിട്ട്?
ഗീത തന്നെ പറയുന്നത് ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഒരാൾക്ക് ഒരു കർത്തവ്യ വിഭാഗം കൊടുത്തില്ല, ഒരു കർമ്മവും കൊടുത്തില്ല. കർത്തവ്യമില്ല, കർമ്മമില്ല. കർത്തവ്യം കർമ്മം ഉണ്ടെങ്കിൽ കർമ്മ പോലുള്ളൂ, അതുമില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഒരു കർത്തവ്യം കർമ്മം അല്ലെങ്കിൽ കർമ്മമില്ല, ഒന്നും കൊടുത്തില്ല. ആൾക്കാർ അവരുടെ സ്വഭാവം അനുസരിച്ച് അതേപോലെ ഉള്ളത് മുഴുവൻ തലയിൽ ഏറ്റി വെച്ച് വിഡ്ഢിയെ പോലെ സർവഭാരം തലയിൽ ഏറ്റി നടന്നു. ഭഗവാൻ ഒരു കർത്തവ്യം ആർക്ക് കൊടുത്തില്ല, ഭഗവാനും ഒരു കർത്തവ്യമില്ല. പക്ഷെ ആൾക്കാര് ഉള്ളത് മുഴുവൻ എന്റെ തലയിലാണ്, ഞാൻ ഇല്ലെങ്കിൽ ലോകമില്ല പറഞ്ഞിട്ട് വലിയ ഉത്തരം താങ്ങുന്ന വലിയ നടക്കും. ഈ ഭഗവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്യമതിഞ്ച ഭൂതാനാമന്തമേവച്ച. എല്ലാ ജീവികളുടെയും ആത്മാവായി അല്ലെങ്കിൽ ജീവനായി നിൽക്കുന്നത് ഭഗവാനാണ്. എല്ലാ ജീവികളുടെയും, മനുഷ്യന്റെ ആയാലും ആനയായാലും നീലത്തിമിംഗലമായാലും ഫംഗസ് ആയാലും വൈറസ് ആയാലും ഉറുമ്പായാലും ഈച്ചയായാലും പൂച്ചയായാലും എല്ലാറ്റിനും ആത്മാവായി ഇരിക്കുന്നത് ഈശ്വരൻ. ആ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നിന്റെ ആവശ്യം. ഈശ്വരൻ ആരെയും ആശ്രയിച്ചു നിൽക്കുന്നില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ ഒരു ചൈതന്യമാണ് ഈശ്വരൻ. ആ ദൈവം ഒരു മനുഷ്യനെ ആശ്രയിച്ചിട്ടില്ല. ദൈവത്തിന് ഒരു കർത്തവ്യമില്ല. ദൈവം ആർക്കും ഒരു കർത്തവ്യം കൊടുത്തിട്ടില്ല. ഒന്നും തലയിൽ ഏറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാ ആൾക്കാരും സർവഭാരവും തലയിൽ ഏറ്റി വെച്ച് കിടക്കുക. എല്ലാം എന്റെ തലയിലാണ്, ഞാനില്ലെങ്കിൽ ഈ ലോകമില്ല എന്ന് പറയുന്നത്. പാർവതി ദേവി ശിവഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഈ തീർത്ഥയാത്രയൊക്കെ പോകുന്നവരുടെ സ്ഥിതി എന്താണ് അവരുടേത്? ഇതം തീർത്ഥം ബ്രാഹ്മന്തി താമസാഗത സ്വത്വതീർത്ഥം ന ജാനന്തി കഥം മോക്ഷം ശൃണുപ്രിയ എന്ന് പറയും ഭഗവാൻ പാർവതിദേവിക്ക് മറുപടി കൊടുക്കുന്നു. അവിടെ പുണ്യസ്ഥാനം ഇവിടെ പുണ്യസ്ഥാനം പറഞ്ഞു പോകുന്നവര് താമസന്മാരാണ്. ദേവി താമസന്മാരാണ്. സ്വത്വതീർത്ഥം ന ജാനന്തി കഥം മോക്ഷം ശൃണുപ്രിയ. സ്വന്തം ആത്മാവായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാത്തവര് അവർക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല. സ്വന്തം ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഭഗവാനെ തേടി അലയേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ ഒരു ചൈതന്യമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.